പുകവലിക്കാത്ത സ്ത്രീകളിലും ശ്വാസകോശ അർബുദം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശ്വാസകോശ അർബുദം വരുന്നതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് പുകവലിയാണ്. കാലങ്ങളായി ഇതൊരു പൊതുധാരണയായി നിലനിൽക്കുകയാണ്. എന്നാൽ ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം ഈ പൊതുധാരണയെ തിരുത്തിക്കുറിക്കുകയാണ്. പുകവലിക്കാത്ത സ്ത്രീകളിൽ ശ്വാസകോശ അർബുദം വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നത്. ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളിൽ 5-ാം സ്ഥാനമാണ് ശ്വാസകോശ അർബുദത്തിനുള്ളത്. ലാൻസെറ്റ് റെസ്പിറേറ്ററി മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സ്ത്രീകളിലും ഏഷ്യക്കാരിലുമാണ് ഏറ്റവും കൂടുതൽ ശ്വാസകോശ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് പലപ്പോഴും അവയവങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന ഗ്രന്ഥികളിൽ തുടങ്ങുന്ന ഒരുതരം ക്യാൻസറായ അഡിനോ കാർസിനോവ ആയിട്ടാണ് സംഭവിക്കാറുള്ളത്. അഡിനോ കാർസിനോവ രോഗനിർണയം നടത്തിയവരിൽ ഏകദേശം 2 ലക്ഷം പേർ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടവരായിരുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള പുകവലിക്കുന്നവരിൽ 53% മുതൽ 70% വരെ ശ്വാസകോശ ക്യാൻസറുകളും അഡിനോ കാർസിനോമയാണെന്ന് പഠനം പറയുന്നു. കൂടാതെ വായുമലിനീകരണവും ശ്വാസകോശ ക്യാൻസർ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുകവലിക്കാത്ത സ്ത്രീകളിൽ ശ്വാസകോശ അർബുദം ഉണ്ടാകുന്നത്? ശ്വാസകോശ അർബുദത്തിന് കൂടുതൽ സാധ്യതയുള്ള പ്രത്യേക ജീൻ വ്യതിയാനങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ പുകവലിക്കാത്തവരിൽ ക്യാൻസർ ഉണ്ടാകുന്നത്. സ്ത്രീകളിലെ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിൽ, പ്രത്യേകിച്ച് ആർത്തവ വിരാമ സമയത്ത് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കും. വിറക് കത്തിക്കുന്നതോ പാചകപ്പുരയുമായുള്ള ദീർഘകാല സമ്പർക്കമോ ശ്വാസകോശ അർബുദത്തിന്റെ വർധനവിന് കാരണമാകുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്.